ഇനി അടുത്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഏതോ ഒരു പാന്തേരയുടെ ശവകുടീരം ജർമ്മനിയിൽ കണ്ടെത്തി എന്നതാണ്. അദ്ദേഹം പലസ്തീൻകാരനായ ഏതോ യഹൂദനായിരുന്നെന്നും റോമൻ പടയാളിയായിരുന്നെന്നും അനുമാനിക്കുന്നു. ശരിയാണ്, ജർമ്മനിയിൽ ഒരു പാന്തേരയുടെ ശവകുടീരം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 1-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ഒരു റോമൻ പടയാളിയുടേതാണെന്ന് അനുമാനിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് യൂദയായിൽ ജോലി ഉണ്ടായിരുന്നുവെന്നും നസ്രത്തിൽ യേശുവിന്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ജെയിംസ് ടേബറിനെ പോലെയുള്ളവരുടെ വെറും ഊഹങ്ങളാണ്. വെറും ഊഹാപോഹങ്ങൾക്കപ്പുറം ഈ പാന്തേരയെ യൂദയായുമായോ നസ്രത്തുമായോ യേശുവിന്റെ കുടുംബവുമായോ ബന്ധിപ്പിക്കാൻ തക്ക യാതൊരു തെളിവുകളുമില്ല. ഈ പേര്, ഈ പാന്തേര എന്ന പേര് ഒരു ഇമാജിനറി നെയിം, സാങ്കല്പികമായ ഒരു പേരല്ല. ഈ പേരിൽ യഥാർത്ഥത്തിൽ ഒരു റോമൻ പടയാളി ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഈ കണ്ടുപിടുത്തം തെളിയിക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഒറിജിന്റെ കോൺട്രാസെൽസും വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകുന്നതേ ഉള്ളൂ. ഈ ഒരു കണ്ടുപിടുത്തം, ഈ ഒരു ഇൻഫർമേഷനെ ആർക്കിയോളജിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ സിഗ്നിഫിക്കൻസ്. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.